Newton's rings. The experimental arrangement consists of a planar convex lens placed over a plain glass plate. ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ്, ഇതാ ഇവിടെ ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് വെച്ചിരിക്കുന്നു. പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം പ്ലെയിൻ സർഫസ് ആയിരിക്കും, രണ്ടാമത്തെ ഭാഗം കോൺവെക്സ് സർഫസുമായിട്ടുള്ള ഒരു ലെൻസാണ് പ്ലെയിനോ കോൺവെക്സ് ലെൻസ്. അത്തരമൊരു ലെൻസ് ഒരു ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ വെച്ചാൽ അതിന് ഗ്ലാസ് പ്ലേറ്റ് ലെൻസിന്റെ കേർവ്ഡ് സർഫസ് ഗ്ലാസ് പ്ലേറ്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് വെക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാം. ഗ്ലാസ് പ്ലേറ്റിൽ പ്ലെയിനോ കോൺവെക്സ് ലെൻസിന്റെ കേർവ്ഡ് സർഫസ് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ടച്ച് ചെയ്യുന്നത് ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമായിരിക്കും, അഥവാ ആ കേർവ്ഡ് സർഫസിന്റെ സെന്ററിലായിരിക്കും പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണുന്ന അത്രയൊന്നും കർവേച്ചർ ഈ കേർവ്ഡ് സർഫസിന് ഉണ്ടായിരിക്കില്ല. ലാർജ് ഫോക്കൽ ലെങ്തും ലാർജ് റേഡിയസ് ഓഫ് കർവേച്ചറുമുള്ള കേർവ്ഡ് സർഫസ് ആയിരിക്കും പ്ലെയിനോ കോൺവെക്സിനുള്ളത്, പ്ലെയിനോ കോൺവെക്സ് ലെൻസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് പ്ലെയിൻ സർഫസ് ആയിട്ട് നമുക്ക് തോന്നും. നേക്കഡ് ഐ കൊണ്ട് നോക്കിയാൽ ഈ പ്ലെയിനോ കോൺവെക്സ് ലെൻസിന്റെ ഏത് സർഫസ് ആണ് പ്ലെയിൻ, ഏത് സർഫസ് ആണ് കോൺവെക്സ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്ര ലാർജ് റേഡിയസ് ഓഫ് കർവേച്ചർ ഉള്ള ലെൻസ് ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ കർവേച്ചർ വളരെ കുറവാണ്. ഏതാണ്ട് ഫ്ലാറ്റ് ആണെന്ന് തോന്നും ഇതിന്റെ കേർവ്ഡ് സർഫസും. ഇങ്ങനെ ഒരു ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ ഒരു ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ആ ലെൻസിനും ഗ്ലാസ് പ്ലേറ്റിനും ഇടയിൽ ഒരു എയർ ഫിലിം ഫോം ചെയ്യും. ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അത് ഗ്യാപ്പിൽ എയർ ആണുള്ളത്. അതുകൊണ്ട് അതിനെ നമുക്കൊരു എയർ ഫിലിം ആയിട്ട് അസ്യൂം ചെയ്യാം. An air film is formed in between glass plate and the planar convex lens. In between the glass plate and the planar convex lens, an air film bounded by glass surfaces is formed. ഈ എയർ ഫിലിമിന്റെ പ്രത്യേകത എന്താ? അതിന് കോൺസ്റ്റന്റ് തിക്നെസ് അല്ല എന്നുള്ളതാണ്. പ്ലെയിൻ പാരലൽ ഫിലിം പോലെയല്ല, ഇവിടെ വേരിയബിൾ തിക്നെസ് ഉള്ള ഫിലിമാണ് ഫോം ചെയ്യുന്നത്. തിക്നെസ് is 0 at the point of contact and the thickness increases as we move towards the rim. Point of contact thickness is 0, t equal to 0. ഇവിടുന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ഈ അറ്റത്തേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തിക്നെസ് കൂടിക്കൂടി വരും. തിക്നെസ് ഇൻക്രീസസ് ടുവേർഡ്സ് ദ റിം. തിക്നെസ് ഇൻക്രീസസ്. ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റും പ്ലെയിനോ കോൺവെക്സ് ലെൻസും ചേർന്ന അറേഞ്ച്മെന്റിലേക്ക് നോർമലി പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പാരലൽ ബീമിനെ ഇൻസിഡന്റ് ചെയ്യിച്ചാൽ, പാരലൽ ബീം ഈ ഗ്ലാസ് പ്ലേറ്റും ലെൻസും ചേർന്ന അറേഞ്ച്മെന്റിലേക്ക് നോർമലി ഇൻസിഡന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകളാണ് ഈ ലെൻസും സോഴ്സും ഗ്ലാസ് പ്ലേറ്റും ഒക്കെ ചേർന്നിട്ടുള്ളത്. ഈ സോഴ്സിൽ നിന്ന് വരുന്ന ഡൈവേർജന്റ് ബീമിനെ പാരലൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലെൻസ് വെച്ചിട്ടുള്ളത്. ആ പാരലൽ ബീമിനെ ഹൊറിസോണ്ടലുമായി 45 ഡിഗ്രി ചെരിച്ചു വെച്ചിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റിലേക്ക് വീഴ്ത്തുന്നു. ആ ഗ്ലാസ് പ്ലേറ്റ് തട്ടി റിഫ്ലക്ട് ചെയ്ത് താഴേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന ബീം ഈ ലെൻസും ഗ്ലാസ് പ്ലേറ്റും ചേർന്ന അറേഞ്ച്മെന്റിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇൻസിഡന്റ് ചെയ്യുക. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഈ ഫിലിമിലും അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. യഥാർത്ഥത്തിൽ പെർപെൻഡിക്കുലർ അല്ല, കാരണം ഫിലിം ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് അല്ലെ. ഇതിന്റെ കർവ്ഡ് സർഫസ് ആണ് അപ്പർ ഫിലിം, അപ്പർ സർഫസ് എന്നൊരു കർവ്ഡ് സർഫസ് ആണ്.
പക്ഷേ ഇതിന്റെ കർവേച്ചർ വളരെ കർവേച്ചർ കുറവാണ്, റേഡിയസ് ഓഫ് കർവേച്ചർ കൂടുതലായതുകൊണ്ട് ഏതാണ്ട് ഫ്ലാറ്റ് സർഫസ് പോലെ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഫിലിമിന്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ് ആക്ച്വൽ എക്സ്പെരിമെന്റിൽ. അപ്പൊ അതുകൊണ്ട് ഏതാണ്ട് ഇതും നോർമൽ ഇൻസിഡൻസ് തന്നെയായിരിക്കും. എയർ ഫിലിമിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ നോർമൽ ഇൻസിഡൻസ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ എയർ ഫിലിമിന്റെ അപ്പർ സർഫസിൽ വെച്ച് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യപ്പെടും, അല്പം റിഫ്ലക്ട് ചെയ്യപ്പെടും. ബാക്കിയുള്ള ഭാഗം ഫിലിമിനകത്തയുടെ താഴോട്ട് സഞ്ചരിച്ച് ഗ്ലാസ് പ്ലേറ്റിൽ തട്ടി വീണ്ടും റിഫ്ലക്ട് ചെയ്യപ്പെടും. മേജർ പോർഷൻ ഗ്ലാസ് പ്ലേറ്റിലൂടെ താഴേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോ ഇവിടെ എയർ ഫിലിമിന്റെ അപ്പർ സർഫസിൽ നിന്നും ലോവർ സർഫസിൽ നിന്നും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. എയർ ഫിലിമിന്റെ അപ്പർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത ലൈറ്റും എയർ ഫിലിമിന്റെ ലോവർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത ലൈറ്റും തമ്മിൽ ഇന്റർഫിയർ ചെയ്തിട്ട് ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യും. ഇത് പാരലൽ ബീം ആയിട്ടാണ് റിഫ്ലക്ഷന് ശേഷം സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കണ്ണിലെ ലെൻസ് ഉപയോഗിച്ച് മാത്രമേ നമുക്കതിനെ കൺവേർജ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് മീറ്റ് ചെയ്യുമ്പോഴാണ് ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവുക. എനിവേ, എയർ ഫിലിമിന്റെ അപ്പർ സർഫസിൽ നിന്നും ലോവർ സർഫസിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്ന റേസ് ഇന്റർഫിയർ ചെയ്ത് ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യും. ഇവിടെ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്യുക. ഫിലിം മൊത്തം ഡാർക്കോ ഫിലിം മൊത്തം ബ്രൈറ്റോ ആയിരിക്കില്ല. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ തിക്നെസ്. കോൺസ്റ്റന്റ് തിക്നെസ് ആണെങ്കിൽ ആ ഫിലിം ഒന്നുകിൽ ബ്രൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഡാർക്ക് ആയിരിക്കാം. ഇത് വേരിയബിൾ തിക്നെസ് ഫിലിം ആകുമ്പോൾ ഓരോ തിക്നെസ്സുള്ള റീജിയണിലും ഓരോ കണ്ടീഷൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുക. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തിക്നെസിന്റെ വാല്യൂവിനനുസരിച്ചും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂവിനനുസരിച്ചും അവിടെ ഡാർക്ക്നെസിന്റെ കണ്ടീഷനാണ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഡാർക്ക് ബാൻഡ് ആണ് ഫോം ചെയ്യുക. തൊട്ടപ്പുറത്തെ പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഫോം ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും, ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ഈ ലെൻസിന് മുകളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഡയഗ്രത്തിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ, സ്ക്രീനിൽ കാണുന്നത് പോലെ കോൺസെൻട്രിക് ആയിട്ടുള്ള ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റിങ്ങുകൾ കാണാൻ പറ്റും. ലൈനുകൾ, സർക്കിളുകൾ വരച്ചതുപോലെ അല്ലെ, ഒരു ബ്രൈറ്റ് യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് സർക്കിളുകൾ വരച്ചതുപോലെ കോൺസെൻട്രിക് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് സർക്കിൾസ്, റിങ്സ് കാണാൻ സാധിക്കും. ഇതിനെയാണ് ന്യൂട്ടൺസ് റിങ്സ് എന്ന് പറയാം. ഇതെന്തുകൊണ്ട് സർക്കുലാർ ഫ്രിഞ്ചുകൾ ഫോം ചെയ്തു അത് നമുക്ക് പറയാം. ഇത് നമ്മൾ ലബോറട്ടറി ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. ലബോറട്ടറിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഒരു സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റിനെ 45 ഡിഗ്രി ചരിച്ചു വെച്ചിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റിൽ തട്ടി ഇൻസിഡന്റ് ചെയ്യിച്ച് താഴേക്ക് ഗ്ലാസ് പ്ലേറ്റും ലെൻസും ചേർന്ന അറേഞ്ച്മെന്റിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്നു. റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈ 45 ഡിഗ്രി ചരിച്ചു വെച്ച ഗ്ലാസ് പ്ലേറ്റിലൂടെ മുകളിലേക്ക് ട്രാവൽ ചെയ്ത് ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട് സർക്കുലർ ഫ്രിഞ്ചസ് ഫോം ചെയ്യുന്നു? നോക്കൂ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇവിടെയുണ്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് അഥവാ ലെൻസിന്റെ കേർവ്ഡ് സർഫസിന്റെ സെന്റർ ആണ് ഗ്ലാസ് പ്ലേറ്റിൽ ടച്ച് ചെയ്യുന്നത്. അപ്പൊ അവിടെ തിക്നെസ് ഓഫ് എയർ ഫിലിം 0ആണ്. പിന്നെ വശങ്ങളിലേക്ക് വരുംതോറും എയർ ഫിലിമിന്റെ ഇവിടെ ഇങ്ങോട്ട് വരുംതോറും എയർ ഫിലിമിന്റെ തിക്നെസ് കൂടി വരും. ഓരോ പോയിന്റിലും അതിന് താഴെയുള്ള എയർ ഫിലിമിന്റെ തിക്നെസ് വ്യത്യസ്തമാണ്.
ഇവിടെ ഫോം ചെയ്യുന്നത് ഡാർക്ക് ആണോ ബ്രൈറ്റ് ആണോ ഓരോ പോയിന്റിലെയും റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് തീരുമാനിക്കുന്നത് ഈ കണ്ടീഷനാണ്. 2 μt cos r ഈക്വൽ ടു n ലാംഡ ആണെങ്കിൽ നമുക്ക് ഡാർക്ക് ബാൻഡ് ആണ് ലഭിക്കുക. ഇതാണ് പ്ലെയിൻ ഫിലിം അല്ലെങ്കിൽ തിൻ ഫിലിം ഇന്റർഫറൻസിന്റെ ഡാർക്ക്നെസ് കിട്ടാനുള്ള കണ്ടീഷൻ. എനിവേ എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്. അപ്പൊ എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിന്റെ വാല്യൂവിനനുസരിച്ചാണ് ഓരോ പോയിന്റും ഡാർക്ക് ആണോ ബ്രൈറ്റ് ആണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിൽ വരുന്നത് ഒന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, മറ്റൊന്ന് തിക്നെസ് ആണ്, മൂന്നാമത്തേത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, നാലാമത്തേത് വേവ് ലെങ്ത് ആണ്. ഇവിടെ വേവ് ലെങ്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സോഡിയം വേപ്പർ ലാമ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസ് പ്ലേറ്റിനും ലെൻസിനും ഇടയിൽ എയർ ആയതുകൊണ്ട് അതും ഫിക്സ്ഡ് ആണ്. പിന്നെ ഇവിടെ ഓരോ പോയിന്റിലും വ്യത്യാസം വരുന്നത് തിക്നെസ് മാത്രമാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ is 0 because angle of incidence equal to 0. നോർമൽ ഇൻസിഡൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0ആണ്. അപ്പൊ ഓരോ പോയിന്റിലും തിക്നെസിന്റെ വാല്യൂ ഡാർക്ക്നെസിന്റെ കണ്ടീഷൻ ആണോ ബ്രൈറ്റ്നെസിന്റെ കണ്ടീഷൻ ആണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതിനനുസരിച്ച് ഓരോ പോയിന്റും ഡാർക്ക് ആണോ ബ്രൈറ്റ് ആണോ എന്ന് തീരുമാനിക്കപ്പെടും. ഇനി നോക്കൂ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് സെന്റർ ആക്കിയിട്ട് നമ്മളൊരു സർക്കിൾ ഇങ്ങനെ വരച്ചാൽ ആ സർക്കിളിന് താഴെ എല്ലാ പോയിന്റിലും എയർ ഫിലിമിന്റെ തിക്നെസ് തുല്യമായിരിക്കും. അപ്പൊ അവിടെയെല്ലാം ഒരേ കണ്ടീഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ബ്രൈറ്റ്നെസിന്റെ കണ്ടീഷൻ ആണെങ്കിൽ ഒരു ബ്രൈറ്റ് റിംഗ് ആയിട്ട് ഫോം ചെയ്യും. ഡാർക്ക്നെസിന്റെ കണ്ടീഷൻ ആണ് ആ പർട്ടിക്കുലർ തിക്നെസ്സിൽ ഫോം ചെയ്യുന്നതെങ്കിൽ അതൊരു ഡാർക്ക് റിംഗ് ആയിരിക്കും. എന്തുകൊണ്ട് റിംഗ് ആയി എന്ന് ചോദിച്ചാൽ തിക്നെസ് ആണ് ഡാർക്ക് ആണോ ബ്രൈറ്റ് ആണോ തീരുമാനിക്കുന്നത്. ഒരു സർക്കിൾ വരച്ചാൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് സെന്റർ ആക്കിയിട്ട് ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിന്റെ സർക്കിളിന് താഴെ ലെൻസിൽ എയർ ഫിലിമിന്റെ തിക്നെസ് എല്ലാ പോയിന്റിലും സർക്കിളിന്റെ സർക്കംഫറൻസിന് താഴെ എല്ലായിടത്തും സർക്കിളിലെ എല്ലാ പോയിന്റിനും താഴെ ഒരേ തിക്നെസ് ആണ് ഫിലിമിനുള്ളത്. അതുകൊണ്ട് അവിടെ ഒരേ കണ്ടീഷൻ ആയിരിക്കും, ഒരേ ഇന്റൻസിറ്റി ആയിരിക്കും. ഡാർക്ക് ആണെങ്കിൽ ആ സർക്കിളിന്റെ സർക്കംഫറൻസിലെല്ലാം ഡാർക്ക് ആയിരിക്കും. അപ്പൊ അതൊരു ഡാർക്ക് റിംഗ് ആയിട്ട് ഫോം ചെയ്യും. ഇനി ഇതിന്റെ സെന്റർ നമ്മൾ ഈ ഡയഗ്രത്തിൽ കണ്ടു. സെന്റർ ഡാർക്കാണ്. സെന്ററിൽ തിക്നെസ് 0 അല്ലേ? 0. സെന്ററിൽ തിക്നെസ് 0ആണ്. തിക്നെസ് 0 ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് ലെൻസിന്റെ താഴെ എയർ ഫിലിമിന്റെ അപ്പർ സർഫസിൽ നിന്നും ലോവർ സർഫസിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് വേവ്സ് തമ്മിലുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കും. ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കണ്ടേ? പക്ഷേ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കില്ല. കാരണം ഇവിടെ അഡീഷണൽ ട്രാവലിംഗ് കൊണ്ടുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് മാത്രമല്ല ഉള്ളത്. നോക്കൂ, ഇതിന്റെ രണ്ടാമത്തെ ഇന്റർഫേസിൽ രണ്ടാമത്തെ റിഫ്ലക്ഷൻ നടക്കുന്നത് എയർ ടു ഗ്ലാസ് ഇന്റർഫേസിലാണ്. അഥവാ റെയർ ടു ഡെൻസർ മീഡിയമാണ് സെക്കൻഡ് സർഫസിൽ നിന്നുള്ള റിഫ്ലക്ഷൻ. അതുകൊണ്ട് തന്നെ റെയർ ടു ഡെൻസർ മീഡിയം ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ റിഫ്ലക്റ്റഡ് റേ അണ്ടർഗോസ് എ സഡൻ ഫേസ് ചേഞ്ച് ഓഫ് പൈ, ദാറ്റ് ഈസ് ഫേസ് ചേഞ്ച് ഓൺ റിഫ്ലക്ഷൻ, which is equivalent to a path difference of lambda by 2. അപ്പോ തിക്നെസ് 0 ആണെങ്കിലും ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് 0 അല്ല. അവിടെ ലാംഡ ബൈ 2 ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പോ സ്വാഭാവികമായും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ ആണ്. സോ സെൻട്രൽ ഫ്രിഞ്ച് or central spot is dark instead of bright. In Newton's rings formed by reflected light,
the central spot is dark instead of bright. Why? എന്ന് ചോദിച്ചാൽ, at the central spot thickness is 0, but the effective optical path difference is not 0. It is equal to lambda by 2, which is the equivalent optical path difference of phase change on reflection. So due to phase change on reflection, the central spot is dark instead of bright. ഇനി ഇവിടെ ബ്രൈറ്റ്നസ്സും ഡാർക്ക്നെസ്സും കിട്ടാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ലോവർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത റേയുടെ അഡീഷണൽ പാത്ത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ലോവർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത റേയുടെ പാത്തിൽ നിന്ന് അപ്പർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത റേയുടെ പാത്ത് മൈനസ് ചെയ്താൽ we get effective optical path difference. അങ്ങനെ നോക്കുമ്പോൾ എന്താ കിട്ടുക? ഡെൽറ്റ ഈക്വൽ ടു ഇത് നോർമൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് തന്നെ cos r equal to 1. അപ്പോൾ ടി തിക്നെസ് ആണ് ഇവിടെ ഫിലിമിനുള്ളതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ ഫിലിമിന് ടി തിക്നെസ് ആണ് ഉള്ളതെങ്കിൽ, ടി ആണ് ഇവിടുത്തെ തിക്നെസ് എങ്കിൽ 2t ഡിസ്റ്റൻസ് ആണ് ലോവർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന റേ അഡീഷണൽ ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടത്. 2t ഡിസ്റ്റൻസ് ഏതാണ്ട് നോർമൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് cos r 1. സോ 2t ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം ഏതിലൂടെ? ഫിലിമിനകത്തൂടെ. അതുകൊണ്ട് നമുക്ക് അഡീഷണൽ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത് അഡീഷണൽ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത് 2μt എന്നെടുക്കാം. മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഫിലിമിനുള്ളതെങ്കിൽ, ഇവിടെ എയർ ആണെങ്കിൽ മ്യൂ ഈക്വൽ ടു 1, പക്ഷേ എല്ലായ്പ്പോഴും എയർ ആയിക്കൊള്ളുന്നില്ല. ട്രാൻസ്പെറന്റ് ലിക്വിഡ് ഫില്ല് ചെയ്താൽ ലിക്വിഡിലകത്താണ് ഗ്ലാസും ഗ്ലാസ് പ്ലേറ്റും ലെൻസും ഇറക്കി വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്കത് ആ ട്രാൻസ്പെറന്റ് ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മോസ്റ്റ് ജനറൽ കേസ് എന്ന് പറയുന്നത് അവിടെ ഒരു മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള മീഡിയം ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് 2t ഡിസ്റ്റൻസ് ആണ് ലോവർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന റേ അഡീഷണൽ ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടത്. അത് മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഫിലിമിനകത്തൂടെ ആവുമ്പോൾ അഡീഷണൽ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2μt ആണ്. ഇനി ഫേസ് ചേഞ്ച് ഓൺ റിഫ്ലക്ഷൻ വരുന്നത് ആർക്കാണ്? ലോവർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത റേക്കാണ്. പ്ലെയിൻ ഫിലിം ഇന്റർഫറൻസിൽ അപ്പർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത റേക്കാണ് ഫേസ് ചേഞ്ച് ഓൺ റിഫ്ലക്ഷൻ വന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ മൈനസ് ലാംഡ ബൈ 2 അല്ലേ? പക്ഷെ ഇവിടെ ലോവർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത റേക്കാണ് അഡീഷണൽ ഫേസ് ചേഞ്ച് ഓൺ റിഫ്ലക്ഷൻ വരുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് ലോവർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത റേയുടെ അഡീഷണൽ പാത്തിൽ നിന്ന് അപ്പർ സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത റേയുടെ അഡീഷണൽ പാത്ത് മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അപ്പർ സർഫസിനാണ് ലാംഡ ബൈ 2 അഥവാ ഫേസ് ചേഞ്ച് ഓൺ റിഫ്ലക്ഷൻ എങ്കിൽ ലാംഡ ബൈ 2 മൈനസ് ചെയ്യാം. പക്ഷെ ഇവിടെ ലോവർ സർഫസിലാണ് ഫേസ് ചേഞ്ച് ഓൺ റിഫ്ലക്ഷൻ വരുന്നത്. അതുകൊണ്ട് പ്ലസ് ലാംഡ ബൈ 2 കൂടെ ചേർത്താൽ എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ആയി. എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈക്വൽ ടു 2μt പ്ലസ് ലാംഡ ബൈ 2. എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈക്വൽ ടു 2μt പ്ലസ് ലാംഡ ബൈ 2. മ്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ 2t പ്ലസ് ലാംഡ ബൈ 2 ആണ് എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്. If this is equal to n lambda, we get brightness അഥവാ ബ്രൈറ്റ് റിങ്ങുകൾ ഫോം ചെയ്യും.
അപ്പോൾ ബ്രൈറ്റ്നസ് കിട്ടാനുള്ള കണ്ടീഷൻ ഇതാണ്, 2t plus lambda by 2 equal to n lambda. We get brightness. നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 2t equal to n minus half lambda എന്ന് കിട്ടും. 2t equal to n minus half lambda, where n equal to 1, 2, 3, etc. n equal to 1 ആവുമ്പോൾ 2t എന്ന് പറയുന്നത് മൈനസ് ലാംഡ ബൈ 2 ആയിരിക്കും, സോറി ലാംഡ ബൈ 2 ആയിരിക്കും. അപ്പോൾ എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 പ്ലസ് ലാംഡ ബൈ 2 ഈക്വൽ ടു ലാംഡ വരും. സോ ദാറ്റ് ഈസ് എ ബ്രൈറ്റ്നസ്. എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഈസ് ലാംഡ. ഇനി ഡാർക്ക്നെസ് കിട്ടാനുള്ള കണ്ടീഷൻ എന്തായിരിക്കും? ഡാർക്ക് ഫ്രിഞ്ച് കിട്ടാനുള്ള കണ്ടീഷൻ 2t പ്ലസ് ലാംഡ ബൈ 2 ഈക്വൽ ടു n പ്ലസ് ഹാഫ് ലാംഡ. ഇതാണല്ലോ ഏതൊരു ഇന്റർഫറൻസിലും ഡാർക്ക്നെസ് കിട്ടാനുള്ള കണ്ടീഷൻ എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ലാംഡ, where n equal to 0, 1, 2, 3, etc. ഇപ്പൊ സെൻട്രൽ സ്പോട്ട് എപ്പോഴാണ് കിട്ടുക? n equal to 0 ആകുമ്പോഴാണ്. n equal to 0 ആണെങ്കിൽ 2t പ്ലസ് ലാംഡ ബൈ 2 എന്ന് പറയുന്നത് ലാംഡ ബൈ 2 ആണ്. എഫക്റ്റീവ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഇസ് ലാംഡ ബൈ 2. സോ ദ കണ്ടീഷൻ ഈസ് ഫോർ ഡാർക്ക്നെസ്, ഫോർ ഡാർക്ക് റിംഗ് കിട്ടാനുള്ള കണ്ടീഷൻ ഇതാണ്, 2t ഈക്വൽ ടു n ലാംഡ. 2t ഈക്വൽ ടു n ലാംഡ. ഇതാണ് ഡാർക്ക്നെസ് കിട്ടാനുള്ള കണ്ടീഷൻ. അപ്പൊ ഏത് ഒക്കെ തിക്നെസ്സിലാണോ 2t ഈക്വൽ ടു n ലാംഡ ആവുന്നത് അവിടെ എല്ലാം ഡാർക്ക്നെസ് ആയിരിക്കും, ഡാർക്ക് ഫ്രിഞ്ച് ആയിരിക്കും. 2t ഈക്വൽ ടു n ലാംഡ ആവുമ്പോൾ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടും. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഗ്ലാസ് പ്ലേറ്റും ലെൻസും ചേർന്ന അറേഞ്ച്മെന്റ് ആണ്. അതിൽ ഈ ലെൻസിന്റെ കർവ്ഡ് സർഫസ് അല്പം കർവേച്ചർ കൂട്ടി വരച്ചിരിക്കുന്നു. ഈ കർവ്ഡ് സർഫസ് ഒരു ഇമാജിനറി സ്ഫിയറിന്റെ ഭാഗമാണ്, അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. ഏതൊരു ലെൻസിന്റെയും കർവ്ഡ് സർഫസുകൾ ഒരു ഇമാജിനറി സ്ഫിയർ, സ്ഫെറിക്കൽ സർഫസിന്റെ ഭാഗമാണ്. ആ സ്ഫിയറിന്റെ സെന്ററിനെയാണ് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്നും ആ സ്ഫിയറിന്റെ റേഡിയസിനെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നൊക്കെയാണ് പറയുക. അപ്പോ ഈ O എന്ന് പറയുന്നതാണ് സെന്റർ ഓഫ് കർവേച്ചർ. അവിടെ നിന്ന് കർവ്ഡ് സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, സോറി O ഡാഷ് ആണ് സെന്റർ ഓഫ് കർവേച്ചർ. കർവ്ഡ് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഡിയസ് R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ T തിക്നെസ് ആണ് ഇവിടെ ഫിലിമിനുള്ളതെങ്കിൽ നമുക്ക് ഈ O ഡാഷ് M എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് R മൈനസ് T എന്ന് എഴുതാം. MO എന്ന് പറയുന്നത് T ആയിരിക്കും. ഇവിടെ പൈതഗോറസ് റിലേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, R square equal to R minus T whole square plus Rn square. പോയിന്റ് ഓഫ് കോണ്ടാക്ട് മുതൽ
ടി തിക്നെസ് ഉള്ള ഭാഗം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഇവിടെ RN എന്ന് കൊടുത്തിരിക്കുന്നത്. അതായിരിക്കും ടി തിക്നെസ്സിലെ റിങ്ങിന്റെ റേഡിയസ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇങ്ങനെ എടുത്താൽ അതിന് താഴെയുള്ള തിക്നെസ്സിനെയാണ് ടി എന്ന് കൊടുത്തത്. അപ്പൊ ടി തിക്നെസ്സുള്ള എല്ലാ പോയിന്റുകളിലും കളക്ട് ചെയ്താൽ ലോക്കസ് വരച്ചാൽ നമുക്കൊരു സർക്കിൾ കിട്ടും. അപ്പൊ അതാണ് nth റിംഗ്. ഈ nth റിംഗിന്റെ റേഡിയസ് ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ടി തിക്നെസ് ഉള്ള റീജിയൻ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കത് വരച്ചു നോക്കാൻ പറ്റും. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇവിടെ ടി തിക്നെസ് ആണുള്ളതെങ്കിൽ, ഇവിടെ ഈ പോയിന്റിൽ ടി തിക്നെസ് ആണെങ്കിൽ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ടി തിക്നെസ് ഉള്ള റേഡിയസ് റീജിയൻ വരെ, ഈ തിക്നെസ് ഉള്ള ഒരുപാട് ഈ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റുകളിലും ഇതേ തിക്നെസ് തന്നെയാണ് ഫിലിമിന് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണുള്ളത് സർക്കുലർ ആയത്. ഈ സർക്കുലർ റിങ്ങിന്റെ റേഡിയസ് ആണ് ഈ ദൂരം എന്ന് പറയുന്നത്. ഈ പോയിന്റിന് താഴെ ഫിലിമിന്റെ തിക്നെസ് ടി ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ RN എന്ന് വിളിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ RN എന്ന് കൊടുത്തത്. ദാറ്റ് ഈസ് R² ഈക്വൽ ടു R മൈനസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് RN². ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ R² ഈക്വൽ ടു R² പ്ലസ് T² മൈനസ് 2RT പ്ലസ് RN² എന്നാണ് കിട്ടുക. R² കട്ട് ചെയ്യാം. T² നമുക്ക് ഒഴിവാക്കാം. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഫിലിമിന്റെ തിക്നെസ് വളരെ കുറവാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് വലുതാക്കി കാണിക്കുന്നുണ്ടെങ്കിലും ഏതാണ്ട് ഫ്ലാറ്റ് ആണ് കേർവ്ഡ് സർഫസ്. അപ്പം അതുകൊണ്ട് തിക്നെസിന്റെ സ്ക്വയർ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ RN² ഈക്വൽ ടു 2RT എന്നൊരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. നേരത്തെ നമ്മൾ ഡാർക്ക്നെസ് കിട്ടാനുള്ള കണ്ടീഷൻ എഴുതിയിരുന്നു. അത് ഇതായിരുന്നു, 2T ഈക്വൽ ടു n ലാംഡ ആണെങ്കിൽ ഡാർക്ക്നെസ് ആയിരിക്കും അല്ലേ? എപ്പോ ടി തിക്നെസ്സിൽ nth ഡാർക്ക് റിംഗ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ 2T ഈക്വൽ ടു n ലാംഡ. nth ഡാർക്ക് റിംഗ് ഈസ് ഫോംഡ് അറ്റ് ദ തിക്നെസ് T, then 2T ഈക്വൽ ടു n ലാംഡ. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? RN². അപ്പൊ RN² എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ടി തിക്നെസ്സിൽ nth ഡാർക്ക് റിംഗ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ RN² എന്ന് പറയുന്നത് ടി തിക്നെസ് ഉള്ള ഭാഗത്തൂടെ ഫോം ചെയ്യുന്ന റിംഗിന്റെ റേഡിയസ് ആണ്. അവിടെ ഡാർക്ക്നെസിന്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ nth ഡാർക്ക് റിംഗിന്റെ റേഡിയസ് ആണ് RN. RN² ഈക്വൽ ടു R ഇൻറ്റു 2Tക്ക് പകരം n ലാംഡ എന്ന് കൊടുക്കാം. സോ radius of nth dark ring can be written as Rn equal to root of n r lambda. Rn equal to root of n r lambda. So Rn equal to root n into root of r lambda. But first dark ring in day. First dark ring then n equal to 1. N equal to 0 is the central spot. So n equal to 1 ലാവുമ്പോൾ Rn equal to 1 into root of r lambda. അല്ലേ? R1. R2 equal to root 2 into root of r lambda. R3 equal to root 3 into root of r lambda. R4 equal to root 4 into root of r lambda. ഇപ്പൊ ഡാർക്ക് റിങ്ങുകളുടെ റേഡിയസ് റൂട്ട് n-ന് പ്രപ്പോർഷണൽ ആണ്. റേഡിയസ് ഓഫ് ഡാർക്ക് റിംഗ്സ് ആർ പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ റിങ്ങുകൾ തമ്മിലുള്ള സെപ്പറേഷൻ കുറഞ്ഞു വരും ഓർഡർ കൂടുന്നതിനനുസരിച്ച്.
R2 അഥവാ സെക്കൻഡ് ഡാർക്കും ഫസ്റ്റ് ഡാർക്കും തമ്മിലുള്ള ഡിഫറൻസിനേക്കാൾ കുറവായിരിക്കും തേർഡ് ഡാർക്കും സെക്കൻഡ് ഡാർക്കും തമ്മിലുള്ള ഡിഫറൻസ്. അതിനേക്കാൾ കുറവാണ് ഫോർത്ത് ഡാർക്കും തേർഡ് ഡാർക്കും തമ്മിലുള്ള ഡിഫറൻസ്. സോ radii of dark rings are proportional to square root of natural numbers. എങ്കിൽ again Rn square equal to 2RT. T thickness ഫോം ചെയ്യുന്നത് ഒരു ബ്രൈറ്റ് റിംഗ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? 2T equal to n minus half lambda എന്നതാണ്. 2T equal to n minus half lambda. അപ്പോൾ Rn equal to നമുക്ക് എന്ത് എഴുതാം? Rn square equal to R into n minus half lambda എന്ന് എഴുതാം. Therefore, radii of bright rings, bright റിങ്ങുകളുടെ റേഡിയസ് Rn square equal to n minus half R lambda, or Rn equal to root of n minus half R lambda. N equal to 1, 2, 3, etc. n equal to 1 കൊടുത്താൽ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. n equal to 2 കൊടുത്താൽ 3/2 എന്ന് കിട്ടും അല്ലേ? n equal to 3 കൊടുത്താൽ 5/2 എന്ന് കിട്ടും. ബ്രൈറ്റ് റിങ്ങുകളുടെ റേഡിയസ് R1 equal to √1 into root of R lambda by 2. 1/2 എന്ന് വരാ, by 2 അങ്ങോട്ട് എഴുതാം. R2 equal to √3 into root of R lambda by 2. R4 equal to √5 into root of R lambda by 2. അഥവാ Rn, radii of bright rings, is proportional to root of 2n minus 1. Where n equal to 1, 2, 3, etc. That is Rn equal to root of 2n minus 1 R lambda by 2. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ബ്രൈറ്റ് റിങ്ങുകളുടെ റേഡിയസ് ഓഡ് ഇന്റഗ്രൽ നമ്പേഴ്സിന്റെ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷണലാണ്. ഡാർക്ക് റിങ്ങുകളുടെ റേഡിയസ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ബ്രൈറ്റ് റിങ്ങുകളുടെ റേഡിയസ് ഓഡ് നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയർ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആണ്. ഈ എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഡാർക്ക് റിങ്ങുകളുടെ റേഡിയസ് റൂട്ട് ഓഫ് n R ലാംഡയാണ്. അപ്പൊ ഡാർക്ക് റിങ്ങുകളുടെ ഡയമീറ്റർ ഇതിൽ നിന്ന് കിട്ടും. dn equal to 2 into root of n R ലാംഡയാണ്. സോ d square n equal to, അഥവാ nth ഡാർക്ക് റിങ്ങിന്റെ ഡയമീറ്ററിന്റെ സ്ക്വയർ 4 into nr ലാംഡ എന്ന് എഴുതാം. nth ഡാർക്ക് റിങ്ങിന്റെ ഡയമീറ്റർ ഈ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ n പ്ലസ് kth ഡാർക്ക് റിങ്ങിന്റെ ഡയമീറ്ററിന്റെ സ്ക്വയർ 4 into n പ്ലസ് k r ലാംഡ എന്ന് എഴുതാം. 4 into n പ്ലസ് k r ലാംഡ. സോ d സ്ക്വയർ n പ്ലസ് k യിൽ നിന്ന് d സ്ക്വയർ n മൈനസ് ചെയ്താൽ നമുക്ക് 4k r ലാംഡ എന്ന് കിട്ടും. ഇതിൽ നിന്ന് ലാംഡ ഈക്വൽ ടു d സ്ക്വയർ n പ്ലസ് k മൈനസ് d സ്ക്വയർ n ഡിവൈഡഡ് ബൈ 4k r എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് അൺനോൺ മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ റേഡിയസ് കണ്ടെത്താം. ഈ ഡയഗ്രത്തിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ കോൺസെൻട്രിക് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റിങ്ങുകളാണ് ഫോം ചെയ്യുന്നത്. ഈ റിങ്ങുകളുടെ ഡയമീറ്റർ നമുക്ക് എളുപ്പത്തിൽ മെഷർ ചെയ്യാം.
ഒരു മൈക്രോസ്കോപ്പിലൂടെ, ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ വെർട്ടിക്കൽ ക്രോസ് വയർ ഒരു പർട്ടിക്കുലർ റിങ്ങിൽ വെക്കുക. അപ്പോൾ ഇവിടുന്ന് മൈക്രോസ്കോപ്പിലെ റീഡിങ്, ഹൊറിസോണ്ടൽ സ്കെയിലിൽ റീഡിങ് എടുക്കാൻ പറ്റും. അതിനുശേഷം ടാൻജൻഷ്യൽ സ്ക്രൂസ് തിരിച്ച് അതേ റിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ ക്രോസ് വയർ വെക്കാം. ആദ്യം ലെഫ്റ്റ് സൈഡിൽ ക്രോസ് വയർ വെച്ചിട്ട് നമ്മൾ ഡയമീറ്റർ എടുത്തു, റീഡിങ് എടുത്തു. ഇനി റൈറ്റ് സൈഡിൽ ക്രോസ് വയർ വെച്ചിട്ട് റീഡിങ് എടുക്കുക. രണ്ട് ലെഫ്റ്റിലെയും റൈറ്റിലെയും റീഡിങ്ങുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് ഡയമീറ്റർ കിട്ടും. അങ്ങനെ nth റിങ്ങിന്റെ ഡയമീറ്ററും n+10th റിങ്ങിന്റെ ഡയമീറ്ററുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ k will be equal to 10. അപ്പോൾ ഈ ഡയമീറ്ററുകളുടെ വാല്യൂ മെഷർ ചെയ്ത് നമുക്ക് വേവ് ലെങ്ത് കണ്ടെത്താം. ഇവിടെ k എന്നൊരു ഫാക്ടർ ഉണ്ട്, അത് നമുക്കറിയാം. k equal to 10 അല്ലെങ്കിൽ k equal to 5 ഒക്കെ എടുക്കാൻ പറ്റും. എനിവേ റേഡിയസ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് radius of curvature of the planar convex lens, curved surface of planar convex lens, അത് ബോയ്സ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. f1d divided by f1 minus d എന്ന ഇക്വേഷൻ ഉപയോഗിച്ച്. ഇങ്ങനെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് കണ്ടെത്താൻ ന്യൂട്ടൺസ് റിങ്സ് എക്സ്പെരിമെന്റ് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതാണ്, ഈ കാണുന്നതാണ് നമ്മൾ ലാബോറട്ടറി, നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്ന എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇനി ഇതേ എക്സ്പെരിമെന്റ് നമുക്ക് ഈ ഗ്ലാസ് പ്ലേറ്റും ലെൻസും ചേർന്ന അറേഞ്ച്മെന്റ് ഒരു ട്രാൻസ്പെറന്റ് ലിക്വിഡിലാണ് ഇറക്കി വെച്ചിട്ടുള്ളതെങ്കിൽ ഗ്ലാസ് പ്ലേറ്റിനും ലെൻസിനും ഇടയിലുള്ള ഫിലിം എന്ന് പറയുന്നത് എയർ ഫിലിം ആയിരിക്കില്ല, ലിക്വിഡ് ഫിലിം ആയിരിക്കും. അപ്പൊ മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അതിനുള്ളതെങ്കിൽ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കണ്ടെത്താം. അതിനുവേണ്ട ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിറൈവ് ചെയ്യാം? നമുക്ക് ഡാർക്ക് റിംഗ് വിൽ ബി ഒബ്റ്റൈൻഡ് വെൻ 2 μt equal to n lambda. എയർ ഫിലിം ആണെങ്കിൽ μ equal to 1 എന്ന് കൊടുക്കും. എയർ ഫിലിം അല്ലെങ്കിൽ 2 μt equal to n lambda. അപ്പോ 2t will be equal to n lambda by mu. n lambda by mu. So radius of nth dark ring Rn square equal to n r lambda by mu എന്ന് കിട്ടും. Rn square equal to nr lambda by mu. അഥവാ d square n plus k minus d square n എന്ന് പറയുന്നത് 4k r lambda by mu ആയിരിക്കും. So refractive index of the liquid, transparent liquid, mu equal to 4k r lambda divided by d square n plus k minus d square n. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കണ്ടെത്താം. പക്ഷെ അതിനുവേണ്ടി നമുക്ക് വേവ് ലെങ്ത് അറിഞ്ഞിരിക്കണം. അപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ് പോലെ നമുക്ക് വേവ് ലെങ്ത് അറിയുന്ന ഒരു ലൈറ്റ് സോഴ്സ് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, താങ്ക് യു.